ഗൈസ് അപ്പൊ എല്ലാരും ഒന്ന് സൈലന്റ് ആവുക. അങ്ങനെ നമ്മളെ കുടുംബത്തിലേക്ക് 3 പുതിയ അതിഥികളും കൂടെ വരെയാണ്. ഓക്കെ, അപ്പൊ 4 സോറി. അപ്പം അപ്പൊ ഗൈസ് നമ്മളെ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പൊ നമ്മള് പുതിയ മെമ്പേഴ്സ് നമ്മളെ ഫാമിലിക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും. നമ്മളെ മാസിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയർ കുറുപ്പേ. വേറെ ഏത് ഗാങ്ങിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നേ? അയ്യോ, കുറുപ്പ് ചത്തു വന്നു. കുറുപ്പ് ഡെഡായി. എനിവേ VMRG recruiting X Mass Rex 2 MRG Rex. ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് റെക്സ് ആണ് ഗൈസ്. മാസിലായിരുന്നു റെക്സ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സിഎമ്മിലായിരുന്നു കേട്ടോ. റീസെന്റ് ആയിട്ട് പ്രഡിക്റ്റഡ് ഞാനല്ലടാ ലീഡർ. ലോഡിംഗ് ഇഷ്യൂ ഉണ്ട്. അല്ല, നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാത്ത 2-3 പ്ലേയേഴ്സും കൂടി ഉണ്ട്. റേഡിയോ 71 കേറാൻ പെട്ടെന്ന് പറ്റുമെന്ന് അറിയില്ല. അല്ല റെക്സേ, എന്താ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്? സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പിയല്ലേ? ഷൗട്ടിട്ട് പറ. ഞാൻ അടുത്ത ബിരിയാണി ചീത്ത പറയാൻ പോയത് വണ്ടി ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഷെയ്ക്കിനും എല്ലാവർക്കും റാംബോ ബ്രോയ്ക്കും എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ മാസ് സിഎം. എനിവേ വെൽക്കം ടു MRG. വെൽക്കം ടു MRG. ബെസ്റ്റ് ഓഫ് ലക്ക്. വാർസെറ്റ് റാംബോ നീ ഒന്ന് ഇട്ടാണ് T/war. അല്ലേ അപ്പൊ ഈ പുള്ളിന്റെ അടുത്ത് നിന്നോ റെക്സ്? അവിടെ നിന്നോടാ, പുള്ളിന്റെ അടുത്ത് നിന്നോ. ഫുള്ളായടാ. ആൾക്കാരുണ്ടോ? ഇല്ല, രാസത്താള് സെറ്റാക്കാം. വണ്ടി വരുന്നുണ്ട്. അതല്ല ഗൈസ്, ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ആക്കാം. നമുക്ക് പുറത്ത് ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നു ഇതിനെ പറ്റി. ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഗൈസ്. ഇത് T47 വിളിച്ചൊരു പ്ലെയർ ആയിരുന്നു റെക്സ്. നിങ്ങൾക്ക് അറിയില്ല. റെക്സ് T47 വിളിച്ചിട്ട് അവിടെ ഇതേപോലെ MRG കോള് വന്നു കഴിഞ്ഞാൽ തിരിച്ച് MRGക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞൊരു പ്ലെയറും കൂടി ആയതുകൊണ്ടാണ് അത്രയും ഇവിടെ കയറിയിട്ടില്ലെങ്കിൽ പോലും ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെന്റ് കാണിച്ച ഒരു പ്ലെയർ ആയിരുന്നു. നമ്മളെ MRG കയറുന്ന അത്രയും ആഗ്രഹിച്ച ഒരു പ്ലെയറും കൂടി ആയിരുന്നു റെക്സ്. അപ്പൊ അത് എടുത്ത് പറയണമെന്ന് കരുതിയൊരു സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. എനിവേ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ആള് വിളിക്കാം. അടുത്തത് നമ്മളെ എക്സ് ഡയോസ് മെമ്പർ ആയിരുന്നു. വി ആർ വെൽക്കമിങ് എക്സ് ഡയോസ് വിംബി ആസ് MRG വിംബി. വിപ്സി സോറി ഗൈസ്. ഇവനെ ഞാൻ എപ്പോഴും വിംബി എന്നാ വിളിക്കുക. ഈ രാജുഭായി എത്ര പ്രാവശ്യം പറഞ്ഞെന്ന് അറിയോ? ഇന്നാലും ഞാൻ വിംബി. സോറി എനിവേ വിപ്സി സോറി ഗൈസ്. ഞാനല്ല, ഞാൻ ഇവനെ ഇത് ഇവിടുന്ന് മാത്രമൊന്നല്ല, വിപ്സി ആണ് ഗൈസ്. വെൽക്കം ബ്രോ, വെൽക്കം. വിപ്സി വാ, കേറി വാ, മേലോട്ട് വാ. തിരി സംസാരിച്ചോ, എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ? ഹാപ്പി
MRC ഒരു ഫാമിലിയിലേക്ക് ഗൈസ് പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറെ പേരുണ്ട് ഇവിടെ. ഇത് എല്ലാരും ഫ്രണ്ട്സ് ആണ് നിന്റെ, മനസ്സിലായോ? അതാണ് ഫ്രണ്ട്സിനെ കിട്ടി, എന്റെ പഴയ ഫ്രണ്ട്സ്. പിന്നെ വിപ്സി എക്സ്പെക്റ്റഡോ? നിങ്ങൾ കൊറേ പേര് വേറെ കൊറേ പേരായിരുന്നല്ലോ പല ചാറ്റിലും പല പോലെ കണ്ടിരുന്നത്. ഇവനെ വിംബി വിംബിന്നേ ഞാൻ വിളിക്കോളൂ. ഞാൻ ഇവനെ വിംബിന്നേ വിളിക്കോളൂ. ഹലോ സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് MRC. അത്രേ ഉള്ളൂ. ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കേടാ. താങ്ക്സ് എന്തെങ്കിലും പറയാനുണ്ടോടാ? വെൽക്കം ടു MRC ഫാമിലി. എനിവേ വെൽക്കം ടു MRC ഫാമിലി. നമുക്ക് താങ്ക് യു സോ മച്ച്. ആരോടാ ഇതെല്ലാം? ഓക്കേടാ, അവിടെ നിന്നോ. ഇവിടെ പണിയിലല്ലോ. ബാക്കിലോട്ട് നിന്നോ. അയ്യോ ഏതടിച്ചേ? ഞാൻ ഇത് മാറിയിട്ടതാണല്ലടാ. ഞാൻ ഇന്ന് ഇല്ല, ഞാൻ ഇടുന്നില്ല. ഞാൻ ഇന്ന് ഇട്ടാ പോളോ. മെയിൻ തിങ് എന്താ വെച്ചാല് നമ്മളെ ഫാമിലി വെറും ഒരു ഓസിയായിട്ട് പറയാണ്, ഈ ഒരു 5M അകത്ത് മാത്രം ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല നമ്മൾ. അപ്പം അതർ ദാൻ 5M ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഓവർ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കഴിവേറി തന്നെയാണ് വിപ്സി. അഥവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ലാസ്റ്റ് ഇപ്പം നടത്തിയ TV ഹോസ്റ്റ് ചെയ്ത അതിൽ ടോപ്പ് കില്ലെടുത്തത് വിപ്സി ആയിരുന്നു. അപ്പം എനിവേ വെൽക്കം ടു MRC. എല്ലാത്തിലും ഇത് ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ വേണം. അതൊരു കാര്യമുണ്ട് ശരിക്കും, അവനിങ്ങനെ കേൾക്കുന്നത്. അല്ല അവന് കേക്കാം. അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ലാസ്റ്റത്തെ ആള് വന്നോ? ലാസ്റ്റ് ആള് വന്നു, ഞാനൊന്ന് എടുക്കാൻ പോണം, അത്രേ ഉള്ളൂ. എന്നാ ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവനെ വെൽക്കം ചെയ്യുമ്പോഴത്തേക്ക് നീ എടുത്തിട്ടോ. ഇല്ല വെയിറ്റ് ഇവന് കഴിഞ്ഞിട്ട് പോവാം. വെൽക്കം ചെയ്തിട്ട് ഇതാക്കാം. പ്രശ്നങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തീർക്കാം. കേക്കില്ല പയ്യന്. മതി ഒതുങ്ങിയാണ് എല്ലാരും. എനിവേ നമ്മളെ തേർഡ് റിക്രൂട്ട്മെന്റ് വിളിക്കാം. അത് എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന്. ഇതാണ് വെയിറ്റിംഗ്. എന്താ ആക്രാന്ത്? അപ്പൊ അങ്ങനെ വിളിക്കല്ലേ ശരിക്കാ? വിളിക്കേ. VMRC recruiting T47 Turbo as MRC Turbo. വേറൊരു പേര് കൂടി ഉണ്ട്, T47 Wisdom. അതെ, അവന് ഇങ്ങനെ വിളിച്ചാ മതി എന്നാ പറഞ്ഞത്. അവനെ ഇങ്ങനെ അറിയപ്പെടാനാണ് എല്ലാവർക്കും. ടർബോ നിന്നെ എങ്ങനെ വിളിക്കണം പറ? ടർബോ. ഓക്കെ ടർബോ. ഹാപ്പി അല്ലേ? ഹാപ്പി. എന്താ പറയാനുള്ളത്? എന്താ വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് വെച്ചാ ഇപ്പൊ എന്ത് പറയാനാണ്? പെട്ടെന്ന് വെച്ചപ്പോ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഇതങ്ങോട്ട് കാണിക്കാന്നല്ലേ? എടാ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലടാ ടർബോ. നീ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആവല്ലേ? നീ കാര്യം പറ. നീ എന്താ പറയാനുള്ളത്? അവൻ പാനിക്കിലാണുള്ളത്, കണ്ടില്ലേ? നിന്ന് കറക്കണ നോക്ക്. കേക്കാവോ? പാനിക്കൊന്നും ആവണ്ട. എനിവേസ് വെൽക്കം ബ്രോ, വെൽക്കം ടു MRC. താങ്ക് യു. നീ എക്സ് ഗാങ്സ് ഏതൊക്കെയായിരുന്നടാ? ഞാൻ T47 KTM നേരെ T47 പിന്നെ നേരെ ഇവിടെ KTM. വെൽക്കം ടു MRC. നീ അവിടെ പോയി നില്ല്, നിന്നത് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ കാണാം. എല്ലാരും വാർച്ചാറ്റ് ഇട്ട
വിസ്ഡാണ് നീയാണ് മാറിയിട്ടത്. നീ ഒരു പൊട്ടനാണെന്ന് എനിക്കറിയാം. നീ അത് തെളിയിക്കല്ലേ? ബ്ലേക്ക് 60%ന്റെ ആളാ. 60%ന്റെ ആളാ ബ്ലേക്ക്. അതറിയില്ലേ? ഇവന് കാർ കൊണ്ട് കുതിരയെ പോലെ നിർത്താനേ അറിയോ. വേറെ ഗൈസ് വെയിറ്റ് ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് പോരോ. അത് ബിലാലെ റെഡി ആണോ? റെഡി. ഹിയർ വി ഗോ അവർ 4th റിക്രൂട്ട്മെന്റ് ഗൈസ്. വെയിറ്റ് ബിലാലെ വന്നോട്ട്. റെഡി അല്ലേ ബിലാലെ? ബിലാലെ വിളിച്ചോ. Okay guys, we are welcoming T47 Nokia as MRG Nokia. ഈ പയ്യൻകാരനാണ് 1 മണിക്കൂർ ലേറ്റ് ആയത്. ഈ പയ്യൻ എന്തായിരുന്നു പ്രശ്നം? പയ്യന് ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. പയ്യക്ക് എന്താണ് ഇവിടെ സൈഡിൽ Nokia. മോനെ ഓക്കെ നോക്കിയ ഇവിടെ നോക്കി നിൽക്കുന്ന ഇവിടെ വന്നില്ലേ? കേക്കോടാ. ഓക്കെ നോക്കിയ എന്തെല്ലാം സുഖല്ലേ? കേട്ടൂറാ ഒരു ചെറിയ വിഷയം ഉണ്ട്. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ആക്കണേ. പയ്യനെ വർത്താനം പറയാൻ പറ്റില്ല. എന്ത് വാർച്ചാറ്റ് വർത്താനം പറയാൻ പറ്റില്ല. വർത്താനം പറയാൻ പറ്റില്ല. ഏതാ ഇത്? എന്തല്ല വിശേഷം? എന്തല്ല ടർബോന്റെ ഓരും കൂടി സംസാരിക്കും. സുഖല്ലേ? എന്തായാലും വെൽക്കം ടു MRC ഫാമിലി. താങ്ക് യു സോ മച്ച്. ഒരുമിച്ച് മുന്നോട്ട് പോവാ ഇനി. അത്രേ ഉള്ളൂ. ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാന്ന് അത്രേ ഉള്ളൂ. എന്താടാ നീ ഡബിൾ ആയി എന്താ പറയാനുള്ള? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ T47 കളിച്ചിരുന്നേ ഇത്രയും കാലം കൊറേ ആയിട്ട്. അപ്പോ ആടെ എന്നെങ്ങനെ ഞാൻ ആടി കേറുന്നില്ല, കളി നിർത്തി എന്നല്ല പറഞ്ഞ് നിൽക്കായിരുന്നു ഒരു ടൈമില്. അപ്പൊ അവരാന്ന് എന്നോട് പറഞ്ഞ ഇങ്ങനെ ഇപ്പോ എന്റെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ പൊക്കോ, നീ പോയി കളി. അവരാന്ന് എന്നെ പ്രഷറൈസ് ചെയ്ത് അവരാന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കേറാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് അവർക്ക് അവര് കാരണം അന്ന് ഞാൻ അവിടെ കേറുന്നത്. അപ്പൊ ഓലോട് താങ്ക്സ് അറിയണം ഈ ടൈമില്. യെസ് അത്രേ ഉള്ളൂ. താങ്ക് യു T47 എല്ലാരും പറഞ്ഞ ഞാൻ കളി തുടങ്ങിയത് MG3 MG3 പിന്നെ ബെല്ലാരി കയറി. പിന്നെ ഞാന് ഇവിടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ ആണെങ്കിൽ ഫസ്റ്റ് ഗ്യാങ് MG3. പിന്നെ കുറച്ചടുത്താണ്, അടുത്ത 10 കിലോമീറ്റർ. ഞാൻ ചോദിക്കട്ടെ, ഈ നിന്റെ പേരെന്താ? നോക്കിയേ? യെസ് നോക്കിയ W. ഒറ്റ മോഡലേ ഉള്ളൂ. ഇല്ലല്ല പിടിയിലുണ്ട്. പിടിയാന്ന് നോക്കിയ NOKIYA. മതിയടാ മതി. അതന്നെയായിരുന്നു എന്റെ പേര്. അപ്പൊ നോക്കിയ കൺഗ്രാറ്റ്സ്. വെൽക്കം. താങ്ക് യു. പിന്നെ എല്ലാരോടും സോറി, ഞാൻ കാരണം ഇത്ര ഡിലേ ആയത്. അതൊന്നും പ്രശ്നമില്ല. എനിക്ക് ഇവന്റെ സൗണ്ട് കേൾക്കുമ്പോ ആരെ പോലെ തോന്നണം പറയുമ്പോ എന്റെ വൈഫൈ ഇങ്ങനെ അല്ലായിരുന്നു. ഇത് എന്തോ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ ചെറിയ ഹെഡ്ഫോണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ല എന്റെ സ്ഥലം ഇവിടെ മലപ്പുറം മഞ്ചേരി. ഇവിടെ അടുത്താണ്, ഇവിടെ 10 കിലോമീറ്റർ അപ്പുറത്താണ്. അല്ലേ കോളുകൾ വരും, എടുക്കരുത്, എടുത്ത ഉറക്കുമ്പോ ഇപ്പളേ സ്മൈലേ. ഞാനില്ലെങ്കിൽ ഒപ്പം ആളായി.
ഞാൻ എറണാകുളത്തായിരിക്കും, ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല. അതാ പ്രശ്നം. അതും നല്ല ബെസ്റ്റ് സ്ഥലമാ, പ്രശ്നമില്ല, നമ്മളെല്ലാം ഉണ്ട്. എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നമ്മള് ആഴ്ചയിൽ 2 ദിവസം വരുന്ന കാണും. ശരി, നിന്നാണ് അവന്റെ ബാക്കി വേറെ എന്തെങ്കിലും പറയണ്ടോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്കറിയാം നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഏകദേശം 50 മെമ്പേഴ്സോളം ആവാനായി. 50 മെമ്പേഴ്സിന് ഇനി വളരെ വിരലിലെണ്ണാൻ മാത്രം ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ കയറാനുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെറുതെ ആവശ്യമില്ലാതെ ബാന് വാങ്ങി കൂട്ടുക, ഇനാക്റ്റീവ് ആവുക, ഒരു സിറ്റുവേഷനിൽ വരാതെ നിൽക്കുക. ഇന്ന് തന്നെ ഇപ്പോൾ കണ്ടില്ല, നമ്മളെ ഫാമിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പരിപാടിയാണ്. ഈ ഇമ്പോർട്ടൻറ്റ് പരിപാടിക്ക് പോലും കയറാത്ത ആൾക്കാരുണ്ട്. ഇതൊന്നും വിളിച്ച് കയറ്റേണ്ടതല്ല, ഇതൊക്കെ നമ്മളൊരു പാർട്ടാണ്, ഇത് നമ്മളെ ഫാമിലിൻ്റെ ഒരു പാർട്ടാണ്. ഈ ഫംഗ്ഷന് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് സ്വന്തം തോന്നി കയറേണ്ടതാണ് നിങ്ങളൊക്കെ. സ്റ്റിൽ കുറേ പേരെ വിളിച്ച് കയറ്റിയതാണ് ഇതിൽ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എടുത്ത് സ്വാപ്പ് ചെയ്യും, മനസ്സിലായോ? കാരണം ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പം നമുക്ക് വീക്കിലി ഇപ്പം എല്ലാവരും ഇപ്പം പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ആഴ്ച ഞാൻ കളിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ എത്തിക്കണേ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതേപോലത്തെ പരിപാടിക്കൊക്കെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും പുറത്തിരുന്നോ ദയവ് ചെയ്ത്. അടുത്ത ആഴ്ച മുതൽ കളിക്കണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ ആൾക്കാരൊക്കെ റൊട്ടേഷനിൽ പോവും, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറഞ്ഞില്ല എന്നൊന്നും വേണ്ട, ഈ മീറ്റിങ്ങിന് ഇതാ ഇപ്പം ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയണത് തന്നെയാണ് ഫൈനൽ, മനസ്സിലായി? ഇതിന് ഇനി വേറെ വാട്സപ്പിൽ ഒരു വോയിസ് ഒന്നും വിടൂല. അപ്പം അത് മനസ്സിലാക്കുക എല്ലാവരും. എനിക്ക് തോന്നണ എന്താ അറിയോ, എനിക്ക് തോന്നണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലുള്ള ഈ ആൾക്കാരില്ലേ, ഇപ്പൊ ഇതിലുള്ള ആൾക്കാരാണ് എപ്പോഴും ഉള്ളത്. DNL ഉണ്ടാവലുണ്ട് ഇതില്. ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് കേറണം എന്നുള്ള സാധനം വരുന്നുണ്ട് പുറത്തിരിക്കുന്നവർക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഓർത്തിട്ട് വേണം അകത്തുള്ളവര് ഇനാക്ടിവിറ്റി കാണിക്കാൻ. ആലോചിച്ചോ, ഒരു കാര്യം മാത്രം പറയണ്ട, ഇത്രയും പേരുണ്ട്. അപ്പം ഇനാക്റ്റീവ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരാൾ ഇനാക്റ്റീവ് ആയിട്ട് പുറത്തായി കഴിഞ്ഞാൽ ഒരാഴ്ച പുറത്തിരിക്കേണ്ടി വരും, അറിയാലോ? അപ്പം ഇപ്പൊ ഉള്ളതിന്ന് ആരും പുറത്തു പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാവരും ഒരുമിച്ച് നിന്ന് കളിക്കുക. ഒരു കാര്യം പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇനിയിപ്പോ ഇന്നത്തോട് സസ്പെൻഷൻ കഴിഞ്ഞതാ, വീണ്ടും സേഫ് സോൺ മാറി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അപ്പൊ നാളെ തൊട്ട് ചിലപ്പോൾ സിറ്റുവേഷൻ ആയി പല കാര്യങ്ങളാണ് വരാൻ പോണത്. എടാ ഓരോ ഗ്യാങ് ഡിസ്മാൻഡിലായി പോകുമ്പോൾ നല്ല പ്ലേയേഴ്സ് അതേപോലെ അല്ലാതെ വേറെ നല്ല റിക്രൂട്ട്സ് വരുമ്പോൾ നമ്മൾ എടുക്കുന്ന അത് നമുക്ക് ബെറ്റർ ആണ് എന്ന് തോന്നുന്നോണ്ട് എടുക്കുന്ന. ഇവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ ഇവർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്കും ഒരു കരിയർ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നതും കൂടിയാ. അല്ലാതെ ഇതില് ടിവിനി കെവിനി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന റിക്രൂട്ട്സ് ഫുള്ള് നിങ്ങൾ ചിന്തിക്കല്ലേ. അതിന്റെ ആവശ്യം നമുക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിപ്പോ കറന്റ് ഇല്ലാത്ത എന്താ വെച്ചാൽ സ്പെക്കാ നമ്മളെ മെമ്പേഴ്സിന്. സ്പെക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വാറിന് കത്തിപ്പോണ ഇഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ടിവിന്റെ ഈ സമയത്തൊന്നും ടിവിനായിട്ടുള്ള വാറിലൊക്കെ കുറെ പേര് നമ്മൾ കത്തിപ്പോയില്ലേ. കെവിനെ നമ്മൾ അടിച്ചില്ലേ, കേട്ടല്ല? പിന്നെ പുതിയതായിട്ട് വന്നവർക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നിർത്തി പരസ്പരം അല്ല അവരുടെ T47 കളറ് ചോദിച്ചിട്ട് വേണം തോന്നുന്നില്ല. അവരുമായിട്ട് ഒരുമിച്ച് ആർപ്പ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത സിറ്റുവേഷനിൽ മാക്സിമം അവരുമായിട്ട് ഇതാക്കാൻ നോക്ക്. അറിഞ്ഞൂടാത്ത ആൾക്കാരും കാണും, അവരെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരും കാണും. അപ്പൊ അവർക്ക് ഒരു ബാഡ് തോന്നില്ല, അത്രേ ഉള്ളൂ. അതെല്ലാരും നോക്കി മുന്നോട്ട് പോവുക.